ഹലോ, ഗൈഡഡ് ഗ്രോത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ഗൈഡ് ലൈനാണ് ഓരോ കുട്ടിയുടെ ഏജിനനുസരിച്ചും അവരുടെ ആവശ്യത്തിനനുസരിച്ചും ഉള്ള ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. അടുത്ത ഗൈഡ് ലൈനാണ് അപ്പം തന്നെ ഇപ്പോൾ ഒരു ആക്ടിവിറ്റി തന്നെ അപ്പം തന്നെ റിവാർഡ് കൊടുക്കുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ആവശ്യമുള്ള ഒരു ബിഹേവിയർ കൊടുക്കുക. പിന്നെ പുതിയ ഒരു ബിഹേവിയർ തുടങ്ങാൻ വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക. ഇതൊക്കെയാണ് സ്ട്രാറ്റജിക്കൽ റീഇൻഫോഴ്സ്മെൻറ്റ് പറയുന്നത്. ഒരു ഗൈഡ് ലൈനാണ്, അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് ഉൾപ്പെടുത്തുക. അതായത് എന്തെങ്കിലും ചാർട്ടിൽ എഴുതുക, അവരെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ണാക്കിയിട്ടോ ഗെയിമാക്കിയിട്ടോ മോട്ടിവേഷനായിട്ട് നൽകുക. ഗൈഡ് ലൈൻസ് ആണ് കൺസിഡർ ദ റോൾ ഓഫ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ടീച്ചർ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൊച്ചിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സോ അവിടെ രണ്ട് കാര്യം നടക്കും. കുട്ടിക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുകയും ചെയ്യും, പിന്നെ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് കാരണം ആ ബന്ധം ഉറപ്പിക്കാനും എളുപ്പമായിരിക്കും. അടുത്ത ഒരു ഗൈഡ് ലൈനാണ്, ഇപ്പം ഞാൻ ടീച്ചേഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫാമിലിയിലും പാരൻസും ഗ്രാൻഡ് പാരൻസും നിരന്തരമായിട്ട് റീഇൻഫോഴ്സ്മെൻറ്റും കൂടി കൊടുക്കണം. അവസാനത്തതും ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഭവമാണ്, ഇത്രയും നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് എഫക്റ്റീവായിട്ടുണ്ടോയെന്നും കൂടി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താലേ ആ റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു വാല്യൂ വരും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവായിട്ടും യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്ന് പ്രതീക്ഷയോടെ കാര്യമായി ചെയ്യുന്നു. ഗൈഡഡ് ഗ്രോത്ത്.